ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ആരുടെയും വാക്ക് കേൾക്കില്ല. തൂഫാനിൽ പിടികൂടുന്നത് ഏത് കൊലക്കൊമ്പന്മാരെയാണെങ്കിലും പിടിച്ച് അകത്തിടും എന്ന ഉറച്ച വാക്കാണ് സഭയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. 2954 കേസുകൾ, 3176 പേർ അറസ്റ്റിൽ. പഞ്ചാബിനെ കടത്തിവെട്ടി കേരളമെന്ന് ആഭ്യന്തരമന്ത്രി സഭയിൽ നിന്നും കണക്ക് നിരത്തിയപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ലഹരിക്കെതിരെ ചെറുവിരൽ അനക്കാതിരുന്ന ഇടതുപക്ഷം അന്തം വിട്ട് വാ പൊളിച്ചു നിൽക്കുകയാണ്. അതിനിടയിലാണ് പോത്തൻകോട് കഞ്ചാവുമായി പിടിച്ച പ്രതിയെ പോലീസ് 24 മണിക്കൂറിനുള്ളിൽ ജാമ്യത്തിൽ അയച്ചത് എന്ത് നടപടിയെടുത്തുവെന്ന ചോദ്യവുമായിട്ട് മുഹമ്മദ് റിയാസ് വന്നത്. അതിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും ജാമ്യം നൽകിയ പോലീസുകാർക്കെതിരെയുള്ള നടപടി പിന്നീട് കണ്ടോളാമെന്നും ആ കൈവിലങ്ങ് തിരികെ ഇടിയിക്കുമെന്ന ഉറപ്പും സഭയിൽ ചെന്നിത്തല നൽകുകയായിരുന്നു. ലഹരിക്കെതിരെയുള്ള ബഹുജന മുന്നേറ്റമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 3176 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായിട്ട് പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. മയക്കുമരുന്ന് വ്യാപനത്തിന്റെ കാര്യത്തിൽ നിലവിൽ കേരളം പഞ്ചാബിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ച ചെന്നിത്തല ഒറ്റ ദിവസം കൊണ്ട് സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാമെന്ന വ്യാമോഹമില്ല എന്നും കൂട്ടിച്ചേർത്തു. ഇതിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന വാക്കായിരുന്നു അദ്ദേഹം നൽകിയത്. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഈ വിപത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കൂ. നിലവിൽ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും മികച്ച പിന്തുണയും സഹകരണവും ഈ ദൗത്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ചെന്നിത്തല വിവരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തുന്നത് തടയുവാൻ കർശനമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന DGP മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായിട്ട് സംസാരിച്ച അന്തർ സംസ്ഥാന ലഹരി ശൃംഖലകൾ തകർക്കാനാവശ്യമായ സംയുക്ത നീക്കങ്ങൾ ശക്തമാക്കിയതായിട്ടും ആഭ്യന്തരമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. പെൺകുട്ടികൾ പോലും വ്യാപകമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നും പലയിടത്തും ബാഗ് പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യം മനസ്സിലാകുന്നതെന്ന് കൂടി രമേശ് ചെന്നിത്തല വിവരിച്ചു കഴിഞ്ഞു. സഭയിൽ അദ്ദേഹം റിയാസ് നൽകിയ മറുപടി കൂടി ചേർക്കുന്നു, കാണാം. ശ്രീ മുഹമ്മദ് റിയാസ്. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവുമായി പിടിയിലായ പ്രതിക്ക് 24 മണിക്കൂറിനുള്ളിൽ ജാമ്യം കിട്ടി എന്നുള്ള വിവരം അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരാമർശമെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടതിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രസ്താവനയോട് ഞാൻ അനുഭവം പ്രകടിപ്പിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അപക്വവും രാഷ്ട്രീയ പ്രേരിതവും വിവരം കെട്ടതുമായ പ്രസ്താവനകൾ സഭക്കകത്തും പുറത്തും ഈ വിഷയത്തിൽ കൊണ്ടുവന്നാൽ അതിനെ തള്ളി എല്ലാവരെയും യോജിപ്പിക്കാൻ അങ്ങ് തയ്യാറാകും. മന്ത്രി, പോത്തൻകോട് നടന്ന സംഭവം എനിക്ക് പരിശോധിക്കാൻ പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല. റിയാസ് പറഞ്ഞത് ശരിയാണ്. സാർ, ഇവർ വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നവരാണ്. 1 കിലോ കൂടുതലുണ്ടെങ്കിൽ ശിക്ഷ കൂടുതലാണ്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി വിതരണം ചെയ്യുന്നു, ക്വാണ്ടിറ്റി കുറയ്ക്കും. തന്നെയുമല്ല സാർ, നമ്മൾ ഈ പദ്ധതി ജൂലൈ 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം ഇവർ വലിയ സമർത്ഥന്മാരാണ്. ഇവരുടെ ഓപ്പറേഷൻ തന്നെ ഇവർ മാറ്റിയിരിക്കുകയാണ്, രീതി മാറ്റിയിരിക്കുകയാണ്. അത് പോലീസ് വളരെ ശക്തമായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി അതിനനുസരിച്ചുള്ള നടപടിയാണ് ഞാൻ വിശദമാക്കുന്നത്. ശരിയല്ലാത്തതുകൊണ്ട് വിശദമാക്കുന്നില്ല. വളരെ ബോധപൂർവമായ ആസൂത്രിതമായ നീക്കമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണുകയും ശാസ്ത്രീയമായി കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ പോത്തൻകോട്ടെ സംഭവം ഞാൻ അന്വേഷിക്കാൻ എനിക്കറിയില്ല, വിവരങ്ങൾ എൻ്റെ കയ്യിലില്ല. ആരാണെങ്കിലും ശരി, ആര് കുറ്റകൃത്യം ചെയ്താലും അവർക്ക് ഒരേ നടപടി മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ ഇടപെടലും ഈ കാര്യത്തിൽ ഈ ഗവൺമെന്റ് അനുവദിക്കയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഈ ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു നടപടിയും ഉണ്ടാവില്ല. പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാവുന്നതാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല, ഭരണകക്ഷി പ്രതിപക്ഷമില്ല. കാരണം നമ്മുടെ ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഒരു മഹാദൗത്യമാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.